ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിതൊരു 3 തവണയെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നാലേ അതിൻ്റെ ആ ഒരു കൊഴുപ്പൊന്ന് പോയി കിട്ടുള്ളൂ. എന്നാലേ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളം നല്ല തെളിച്ചം വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. വെള്ളം നല്ലപോലെ ക്ലിയർ ആയിട്ട് വരണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് വെള്ളം മുഴുവൻ കളയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളൊരു അരിപ്പയ്ക്കകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ നല്ലപോലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ സവാളയാണ്. അത് ഏകദേശം ഒരു സവാളേൻ്റെ ഒരു 1/4 ഭാഗം അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ മുഴുവൻ ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും ആ ഒരു പൊടി പിടിക്കുന്ന രീതിയിൽ ആദ്യം നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. അതിനുശേഷം കൈവച്ച് പ്രസ് ചെയ്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്, അതുകൊണ്ടാണ് ചാറ്റ് മസാല വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മൈദ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് മുളക് പൊടി ആയിരിക്കണം നമുക്ക് എരിവ് തരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന ഒരു പരുവാണ് വേണ്ടത്. അതുപോലെ തന്നെ കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൂസാണെങ്കിൽ മൈദ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ മറക്കരുത്. അപ്പോൾ കയ്യിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഞാൻ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചതാണ്. ഇത് നിങ്ങൾ വെക്കണമെന്നില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് കട്ടി ഉണ്ടാവരുത്. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തിന്നാക്കിയിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക. മൈദ ചേർത്തത് കൊണ്ട് തന്നെ മൈദ ഒന്ന് വെന്ത് കിട്ടേണ്ട സമയം വേണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ചൂടോടെ കഴിക്കാൻ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് അതേപോലെ കഴുകിയെടുത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്ന സമയത്ത് കാണാൻ ഒരു ഭംഗിയാണ്. പക്ഷെ കഴിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു തക്കാളിയുടെ പുളി ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് ഓപ്ഷനിലാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് സോസും കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. നമ്മുടെ സാധാരണ കേരള സ്റ്റൈൽ സ്നാക്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കാണാനും ഒക്കെ. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് ഇതിനുള്ളത്, ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ്. അപ്പോൾ അങ്ങനത്തെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.